ഹായ് പ്രിയ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുള്ള എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാപ്ഷനിലൊക്കെ കണ്ടതുപോലെ തമ്പനയിലിൽ കണ്ടതുപോലെ നമ്മൾ പുതിയൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇൻവെർട്ടർ എ സി നിലവിൽ നമ്മളിവിടെ മലയാളത്തിൽ ഓൺലൈൻ ക്ലാസ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൊറോണ സമയത്ത് തുടങ്ങി വെച്ച ഓൺലൈൻ ക്ലാസ്സിൽ ഏകദേശം 200ഓളം ആളുകൾ 200 മുകളിൽ ആളുകൾ കോഴ്സ് പൂർത്തിയാക്കി. അത് കേരളത്തിൽ നിന്നും തമിഴ്നാട് അതേപോലെ കർണാടകയിൽ നിന്ന് കുറച്ച് ആളുകളും ഒക്കെയാണ് ഇപ്പോൾ നിലവിൽ കോഴ്സ് പൂർത്തിയാക്കിയിട്ടുള്ളത്. കോഴ്സ് എല്ലാം മലയാളത്തിൽ തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. എന്തായാലും ഇവരൊക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോൾ പുതുതായിട്ട് തുടങ്ങുന്ന കോഴ്സ് എന്താണെന്ന് വെച്ചാൽ, കൊറോണ കാലത്ത് നമ്മൾ തുടങ്ങിയത് ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. ഇപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള കോഴ്സാണ് ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇടക്കിടക്ക് എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഡയറക്റ്റ് ആയിട്ട് ഇൻവെർട്ടർ എ സിന്റെ ക്ലാസ് തരുമോ എന്നുള്ളത്. കാരണം ഓൺലൈനിൽ പല ആൾക്കാർക്കും പല ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും. ഫുള്ളായിട്ട് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഡെഡിക്കേറ്റ് ആയിട്ട് അതിന്റെ ടൈം മാറ്റി വെക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ക്ലാസ് കാണാമെന്നുള്ളൊരു പ്രയോറിറ്റി കിട്ടുമ്പോഴേ ചില ആൾക്കാർക്ക് അതിനൊരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അതുപോലെ തന്നെ പല ആൾക്കാരും പറയുന്നത് ബോർഡ് തൊട്ടു നോക്കാൻ ചെറിയൊരു പേടി, കാരണം 300 വോൾട്ട് അതിന്റെ എബോ 300 മുകളിലുള്ള വോൾട്ടേജ് ഒക്കെ വരാറുണ്ടല്ലോ PFC സർക്യൂട്ടിലൊക്കെ. അപ്പൊ അതും അതേപോലെ തന്നെ വില കൂടിയ ബോർഡുകളല്ലേ, അപ്പൊ ഇത് കൈകാര്യം ചെയ്യാനുള്ള പേടി കാര്യങ്ങളൊക്കെ ഉണ്ട്. സോൾഡറിങ് പക്കയായിട്ടില്ല, അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകളൊക്കെയാണ് പറയാറുള്ളത്. അപ്പൊ അതിനൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരിട്ട് ഒരു കോഴ്സ് ആയിട്ട് നടത്തുന്നത്. നേരിട്ട് കോഴ്സ് എന്ന് വെച്ചാൽ ഞാൻ ഇതൊരു സ്റ്റാർട്ടിങ് ഇട്ട് വെക്കുക മാത്രമാണ്. നമുക്ക് മിനിമം 10 പേര് കിട്ടണം, മാക്സിമം 10 തന്നെ. 10 ആളെ വെച്ചിട്ട് മാത്രമേ ക്ലാസ് നടത്തുള്ളൂ. അതിൽ കൂടുതൽ ആൾക്കാരെയും ബാച്ചിലേക്ക് എടുക്കുന്നില്ല. ഈ 10 ആളെ വെച്ചിട്ടൊരു ക്ലാസ്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് തന്നെ 30 ദിവസത്തെ ക്ലാസ്, അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള 6-7 മണിക്കൂർ ക്ലാസ് വെച്ചിട്ട് 30 ദിവസം, അങ്ങനത്തെ ക്ലാസ് ആണ് നമ്മളിത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ 30 ദിവസത്തെ കോഴ്സിൽ ബേസിക് ഇലക്ട്രോണിക്സ് മുതൽക്ക് കമ്പോണൻസുകളുടെ ഭാഗം മുതൽക്ക് നമ്മളൊരു ഇൻവെർട്ടർ PCBയും നോർമൽ AC PCBയും കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെ റിപ്പയർ ചെയ്യാം എന്നുള്ളതിന്റെ ക്ലാസ് ആണ് ഉണ്ടാവുക. നമുക്ക് ബോർഡിൽ സോൾഡറിങ്ങിന്റെ ട്രെയിനിങ് ഉണ്ടായിരിക്കും, ബ്ലോവറിങ്ങിന്റെ ട്രെയിനിങ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ട്രേസിംഗ് ഉണ്ടായിരിക്കും. സർക്യൂട്ട് ട്രേസ് ചെയ്ത് അതിന്റെ സർക്യൂട്ട് നമ്മൾ ആദ്യം സ്വയം കണ്ടെത്തണം. കണ്ടെത്തിയതിനു ശേഷം അതിൽ ഫാൾട്ട് ഫൈൻഡ് ചെയ്യണം. ഇത്തരം മെത്തേഡ്സ് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡയറക്റ്റ് കോഴ്സാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് ആർക്കൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഡൗട്ട് ആയിരിക്കും. ഇത് ആർക്കും ചെയ്യാം. എന്തായാലും AC ടെക്നീഷ്യന്മാർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അവർക്ക് ഇലക്ട്രോണിക്സ് ആയിരിക്കും ബുദ്ധിമുട്ട്. ഇലക്ട്രോണിക്സ് നമ്മൾ ബേസ് മുതൽ തുടങ്ങുന്നുണ്ട്. പിന്നെ അവർക്ക് ആവശ്യമുള്ള അവർക്ക് AC മറ്റുള്ള കംപ്രസറിനും മറ്റു വർക്കിങ്ങും സെൻസറുകളുടെ ഭാഗങ്ങളൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാമല്ലോ. അത് അവർക്ക് ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. അവർക്ക് വർക്ക് കണ്ടെത്താനും എളുപ്പമാണ്. കാരണം അവർക്ക് തന്നെ കിട്ടുന്ന സൈറ്റിൽ നിന്ന് കിട്ടുന്ന ബോർഡുകൾ ഉണ്ടാവും. അത് തന്നെ നന്നാക്കി കഴിഞ്ഞാൽ അത്യാവശ്യം ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ സാധാരണ ഇലക്ട്രോണിക്സ് ടെക്നീഷ്യന്മാര് മറ്റുള്ള ഉപകരണങ്ങളൊക്കെ ഇൻഡക്ഷൻ കുക്കർ, ഹോം തിയേറ്റർ ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിക്സ് ടെക്നീഷ്യന്മാർക്കും ഈ ഒരു കോഴ്സിൽ പങ്കെടുക്കാം. അപ്പൊ നേരിട്ടുള്ള കോഴ്സാണ്. അതുകൊണ്ട് തന്നെ മലപ്പുറം മഞ്ചേരിയിലാണ് നമ്മുടെ സ്ഥാപനം. ഇവിടെ വന്നിട്ട് വേണം കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ. അപ്പൊ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഒരു മാസം കണ്ടിന്യൂസ് നമ്മുടെ ജോലി ഏർപ്പാടൊക്കെ ഒഴിവാക്കി വെച്ചിട്ട് ഒരു 30 ദിവസത്തെ ക്ലാസ്സിന് വരലൊന്നും ആർക്കും സാധിക്കൂല, ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ചെയ്യാൻ ഉദ്ദേശിച്ചുള്ള പ്ലാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഴ്ചയിൽ 3 ദിവസം, അതായത് വീക്കെൻഡിൽ വെള്ളി ശനി ഞായർ മിക്ക ആൾക്കാരും കടാവധി ആയിരിക്കുമല്ലോ. അപ്പൊ അതും പാടെ കൂട്ടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ നേരെ നമ്മൾ ഇവിടെ ട്രെയിനിങ് ക്ലാസ്. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യണം, 30 ദിവസത്തെ ട്രെയിനിങ്. ആ 30 ദിവസത്തെ ട്രെയിനിങ് എന്ന് വെച്ചാൽ 30-ലേറെ ചിലപ്പോൾ ആകാം. അത് നിങ്ങളുടെ കഴിവിനനുസരിച്ച്. ഇപ്പൊ നിങ്ങൾക്ക് പലതും പറഞ്ഞത് ക്യാച്ച് ആവുന്നില്ല, അത് കുറച്ചുകൂടെ ചെയ്യാൻ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ 30-ലേറെ ക്ലാസ്സും എടുക്കാം, അതിനൊന്നും കുഴപ്പമില്ല. നിങ്ങളത് പഠിഞ്ഞ് നല്ലൊരു എക്സ്പേർട്ട് ആയിട്ട് പോകുന്നത് വരേക്കും നമുക്ക് ട്രെയിനിങ് തരാം. അതുപോലെ തന്നെ ഇത് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള സപ്പോർട്ടും ഉണ്ടായിരിക്കും. പഠിച്ചിറങ്ങിയ ഒട്ടനെ തന്നെ ആർക്കും വലിയൊരു സർവീസ് ചെയ്യാനോ പെട്ടെന്ന് അത് ഉഷാറാക്കി കൊണ്ടുവരാനൊന്നും കഴിയില്ല. അപ്പൊ നമ്മൾ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. വാട്സപ്പ് ഗ്രൂപ്പ് വഴി സപ്പോർട്ട് ഉണ്ടായിരിക്കും. അപ്പൊ അത്തരത്തിലാണ് നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡയറക്റ്റ് കോഴ്സ് ആണല്ലോ, അപ്പൊ അതിന്റേതായ ചെറിയ ഫീസ് ഉണ്ടാവും. ഓൺലൈനിൽ നമ്മൾ ചെറിയ ഫീസിൽ 12,000-13,000 ഫീസിലൊക്കെയാണ് ഓൺലൈനിൽ ഇതിന്റെ കംപ്ലീറ്റ് കോഴ്സ് ചെയ്യുന്നത്. നമുക്ക് ഡയറക്റ്റ് ആണെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഫീസ് എന്ന് പറയുന്നത് 35,000 രൂപയാണ്. നിങ്ങൾ എക്യുപ്മെന്റ്സോ ടൂൾസോ ബോർഡോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ കൊണ്ടുവരണ്ട. കംപ്ലീറ്റ് നിങ്ങൾക്ക് വേണ്ട പ്രാക്ടീസ് ചെയ്യേണ്ട ടൂൾസ്, അതേപോലെ തന്നെ അതിന് വേണ്ട എക്യുപ്മെന്റ്സ്, ചെക്കിങ്ങിലെ എക്യുപ്മെന്റ്സ്, PCBകൾ എല്ലാം ഇവിടെ ഉണ്ടാവും. ഇവിടത്തെ ബോർഡിൽ വന്നിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് പ്രാക്ടീസ് ചെയ്തിട്ട് പോകാൻ പറ്റും. അപ്പൊ അത്തരത്തിലൊരു കോഴ്സാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ താല്പര്യമുള്ള ആളുകൾ ആദ്യം നമുക്ക് ഇവിടെ അടിയിലൊരു നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സപ്പിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. എന്നിട്ട് ഗ്രൂപ്പിൽ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് താല്പര്യമുള്ള ആളുകൾക്ക് ജോയിൻ ചെയ്ത് നമുക്കൊരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ അറിയിക്കുക. കൂടുതൽ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ക്ലാസ്സിനെ കുറിച്ച് അറിയാനോ കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിലോ ഒക്കെ ആ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഗ്രൂപ്പിൽ വെച്ചിട്ട് ബാക്കി കാണാം.